എൻ്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങൾ ഗൾഫിൽ ജോലിക്ക് വന്നിട്ട് നിങ്ങളുടെ സൂപ്പർവൈസറെ കുറ്റം പറയുക, നിങ്ങളുടെ മാനേജറെ കുറ്റം പറയുക, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന തൊഴിലാളികളെ കുറ്റം പറയുക, കമ്പനിയെക്കുറിച്ച് കുറ്റം പറയുക, ഈ കമ്പനിയുടെ ഓർഡറിനെ കുറിച്ച് കുറ്റം പറയുക, ഇങ്ങനെ കുറ്റം പറഞ്ഞ് നിങ്ങളുടെ കൂടെ കുറ്റം പറഞ്ഞു തരാൻ ആ കമ്പനിയിൽ 100,000 പേര് കാണും. പക്ഷേ അവരൊക്കെ വെൽ സെറ്റിലായിരിക്കും, നാട്ടിൽ വീടും വെച്ച് കാറും മേടിച്ച് കുട്ടികളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ നിൽക്കുന്നവരായിരിക്കും. നിങ്ങൾ പുതിയതായിട്ട് ഇവിടെ വന്നിരുമ്പോൾ നിങ്ങളോട് 100 കുറ്റങ്ങൾ പറഞ്ഞു തരാൻ ആളുകൾ കാണും. അതിൻ്റെ പുറകെ പോയാൽ നിങ്ങളുടെ ഭാവി നിങ്ങൾ കളയും. രാവിലെ ജോലിക്ക് പോയിട്ട് അന്തസ്സായിട്ട് ഓഫീസിൽ പോയി ജോലി ചെയ്ത് തിരിച്ച് റൂമിലെത്തി കുളിച്ച് ആഹാരമൊക്കെ വെച്ച് കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി വീണ്ടും പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോയി. അങ്ങനെ കുറേ നാൾ കഴിയുമ്പം നിങ്ങൾക്കും വീടൊക്കെ വെച്ച് കാറൊക്കെ മേടിച്ച് കുട്ടികളെയൊക്കെ നല്ല പഠിപ്പിച്ച് നല്ല ഹാപ്പിയായിട്ട് ജീവിച്ചുകൂടെ? എന്തിനാ കമ്പനിയെ കുറ്റം പറയാൻ നിൽക്കുന്നത്? കമ്പനിയെ കുറ്റം പറയാനല്ലല്ലോ വിസ തരുന്നേ. ജോലിക്കും ജോലി ചെയ്യാനല്ലേ വിസ തരുന്നേ. 2 വർഷം കഴിയുമ്പോൾ അല്ല 1 വർഷം കഴിയുമ്പോൾ ലീവ്, സാലറി, ടിക്കറ്റ് എല്ലാ ആനുകൂല്യങ്ങളും തരത്തില്ലേ? എന്തിനാ കമ്പനിയെ കുറ്റം പറയുന്നത്? കമ്പനിയെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഒരു റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുക, 1 മാസം ജോലിക്ക് പോവാം. ഇതാ കണ്ടോ, കമ്പനിയിൽ നിന്ന് വിളിച്ചതാണ്. ഇത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇനി വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് ഡ്യൂട്ടി വന്നു പോകട്ടെന്ന് പറയണം. അപ്പം നമ്മൾ ജോലി ചെയ്യുമ്പം ജോലിക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ജോലിക്ക് പോവുകയാണ്. പിന്നെ കാണാം. ബൈ.